ഇന്ത്യയിൽ നിർമ്മിക്കുന്ന മരുന്നുകൾ ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങളാണ് സൃഷ്ടിക്കുന്നത്. ഇന്ന് ലോകമെമ്പാടും നിരവധി രോഗിയുടെ മരണത്തിന് കാരണമാകുന്ന വാർത്തകൾ പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് ഇന്ത്യൻ നിർമ്മിതമായ ചുമയ്ക്കുള്ള മരുന്നിൽ അപകടകരമായ പദാർത്ഥങ്ങളുടെ സാന്നിധ്യം കണ്ടെത്തിയത്. ആഗോളതലത്തിൽ 141 കുട്ടികളുടെ മരണത്തിന് ഇന്ത്യൻ നിർമ്മിത ചുമ മരുന്നുകൾ കാരണമായെന്ന് കണ്ടെത്തിയതിനു ശേഷം മാസങ്ങൾക്കിപ്പുറമാണ് ഈ കണ്ടെത്തൽ. ചുമയ്ക്കും അലർജിക്കുമുള്ള മരുന്നുകളാണ് അപകടകാരികളെന്ന് കണ്ടെത്തിയത്. നോറിസ് മെഡിസിൻ നിർമ്മിക്കുന്ന ചുമ മരുന്നുകൾക്കെതിരെയാണ് കണ്ടെത്തൽ. ഡൈ എഥിലിൻ ഗ്ലൈക്കോൾ, എഥിലിൻ ഗ്ലൈക്കോൾ എന്നിവയുടെ സാന്നിധ്യമാണ് കണ്ടെത്തിയിരിക്കുന്നത്. പ്രൊപ്പിലീൻ ഗ്ലൈക്കോളിന് പകരമായി ഉപയോഗിക്കുന്ന വില കുറഞ്ഞ ഈ മാരക വസ്തുക്കൾ ഒരു കാരണവശാലും ഒരു മരുന്നിലും ഉണ്ടാവാൻ പാടില്ല. ഗാബിയ, ഉസ്ബെക്കിസ്ഥാൻ, കാമറൂൺ എന്നിവിടങ്ങളിലെ കുട്ടികളുടെ മരണത്തിനിടയാക്കിയ ചുമ മരുന്നിൽ കണ്ടെത്തിയ പദാർത്ഥങ്ങളാണ് ഇവ. രണ്ടു വർഷത്തിനിടെ ആദ്യമായാണ് സെൻട്രൽ ഡ്രഗ് സ്റ്റാൻഡേർഡ് കൺട്രോൾ ഓർഗനൈസേഷൻ ഈ പദാർത്ഥങ്ങളുടെ സാന്നിധ്യം റിപ്പോർട്ട് ചെയ്യുന്നത്. കഴിഞ്ഞ മാസം നോറിസ് ഫാക്ടറി സന്ദർശനം നടത്തിയ ശേഷം മരുന്നുകളുടെ നിർമ്മാണം നിർത്താനും മരുന്നുകൾ തിരിച്ചു വിളിക്കാനും നിർദ്ദേശം നൽകിയതായി ഗുജറാത്ത് ഫുഡ് ആൻഡ് ഡ്രഗ്സ് കൺട്രോൾ അഡ്മിനിസ്ട്രേഷൻ കമ്മീഷണർ HG കോശിയ വ്യക്തമാക്കിയിട്ടുണ്ട്. മാനദണ്ഡങ്ങൾ പാലിക്കുന്നതിൽ കമ്പനിക്ക് വീഴ്ച സംഭവിച്ചതായും കോശിയ പറഞ്ഞു. ആവശ്യത്തിന് വെള്ളം, എയർ ഹാൻഡ്ലിംഗ് യൂണിറ്റ് എന്നിവ ഫാക്ടറി ഇല്ലെന്നും കോശി പറഞ്ഞു. നേരത്തെ ഇറാഖിൽ വിറ്റ ഒരു ഇന്ത്യൻ നിർമ്മിത ചുമമരുന്നിലും ഈ വിഷപദാർത്ഥങ്ങളുടെ സാന്നിധ്യം കണ്ടെത്തിയതായി ലോകാരോഗ്യ സംഘടന വ്യക്തമാക്കിയിരുന്നു. നേരത്തെ നോയിഡ കേന്ദ്രമായ മാരിയോൺ ബയോടെക് ഉൽപ്പാദിപ്പിക്കുന്ന ഡോക്വൺമാക്സ്, അബ്രോണോൾ എന്നീ 2 മരുന്നുകൾ ഉപയോഗിക്കരുതെന്ന് ലോകാരോഗ്യ സംഘടന നിർദ്ദേശിച്ചിരുന്നു. സാമ്പിളുകൾ പരിശോധിച്ച പിന്നാലെ ഗുണനിലവാരമില്ല എന്ന കണ്ടെത്തലിന്റെ പേരിലാണ് ലോകാരോഗ്യ സംഘടന ഇത്തരമൊരു ശുപാർശ നടത്തിയത്. ഡൈ എഥിലിൻ ഗ്ലൈക്കോൾ എന്ന രാസവസ്തുവിന്റെ സാന്നിധ്യം കപ്പ് സിറപ്പുകൾ ഉണ്ടായിരുന്നുവെന്നാണ് ഉസ്ബെക്കിസ്ഥാൻ ആരോഗ്യ മന്ത്രാലയത്തിന്റെ കണ്ടെത്തിയത്. ഇതേ രാസവസ്തുവാണ് നിലവിൽ നോറിസ് മെഡിസിന്റെ കപ്പ് സിറപ്പുകൾ കണ്ടെത്തിയിരിക്കുന്നത്. മരണം ഇന്ത്യയിലും. സിറപ്പ് കഴിച്ചു കുട്ടികൾ മരിച്ച സംഭവം ഇന്ത്യയിലും ഉണ്ടായിട്ടുണ്ട്. 2021 ഡിസംബറിലാണ് ഡൽഹി സർക്കാർ നടത്തുന്ന മൊഹല്ല ക്ലിനിക്കിൽ 3 കുട്ടികൾ മരിച്ചത്. മുതിർന്നവർക്ക് നൽകുന്ന ഡെക്സ്ട്രോമെത്തോർഫിൻ എന്ന സിറപ്പ് കുട്ടികൾക്ക് നൽകിയതാണ് മരണകാരണം. 16 കുട്ടികളാണ് സിറപ്പ് കഴിച്ച് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത്. മരുന്ന് നിർദ്ദേശിച്ച 3 ഡോക്ടർമാരെ ഡൽഹി സർക്കാർ ആ സമയത്ത് പുറത്താക്കിയിരുന്നു. ഈ മരുന്ന് പിൻവലിക്കാനുള്ള നിർദ്ദേശവും നൽകിയിരുന്നു. 2002 ഡിസംബറിൽ 2 മാരക വസ്തുക്കൾ അടങ്ങിയ ഇന്ത്യയിൽ നിർമ്മിച്ച ചുമ മരുന്നുകൾ ഉസ്ബെക്കിസ്ഥാനിൽ 18 കുട്ടികളുടെ മരണത്തിനിടയാക്കി. ഈ വർഷം ഏപ്രിൽ അവസാനം ലോകാരോഗ്യ സംഘടന മായം കലർന്ന മരുന്നുകൾ മാർഷൽ ദ്വീപുകളിലും മൈക്രോനേഷ്യയിലും കണ്ടെത്തിയതായി അറിയിച്ചിട്ടുണ്ട്. ഓസ്ട്രേലിയയുടെ ഔദ്യോഗികമായ നിയന്ത്രകരാണ് മായം കണ്ടെത്തിയത്. 1972 നും 2000 ഇടയിൽ ചെന്നൈ, മുംബൈ, ബീഹാർ, ഗുരുഗ്രാം, ജമ്മു എന്നിവിടങ്ങളിൽ ഡൈ എഥിലിൻ ഗ്ലൈക്കോൾ കലർന്ന മരുന്നുകൾ കുറഞ്ഞത് 5 വിഷബാധകൾക്ക് കാരണമായി. മരുന്നുകളുടെ സുരക്ഷ ഉറപ്പാക്കാൻ ഇന്ത്യൻ സംവിധാനം ഉണർന്ന് പ്രവർത്തിച്ചാൽ മാത്രമേ ഇന്ത്യക്ക് ലോകത്തിൽ വേരുറപ്പിക്കാൻ സാധിക്കൂ. അല്ലെങ്കിൽ ഇനിയും ഇതുപോലെ ഇന്ത്യയിൽ നിർമ്മിക്കുന്ന മരുന്നുകൾ ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാക്കും. ന്യൂസ് ഡെസ്ക്, ന്യൂസ് നോട്ട് 24.